റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒരു കാലവർഷമാണ് 1975 ശേഷം 2 തവണയേ ഇത്ര വേഗതയിൽ വന്നിട്ടുള്ളൂ. ഒരു തവണ മെയ് 21-നും മറ്റൊരു തവണ മെയ് 23-നും. അപ്പം അതുപോലെ തന്നെ 8 ദിവസക്കാലം, പ്രവചനങ്ങൾക്ക് 8 ദിവസക്കാലം മുമ്പ് ഇന്നലെ കാറ്റ് ശക്തമായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ മൺസൂണിൻ്റെ കാറ്റെത്തി, ഇപ്പോൾ മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷത്തിൻ്റെ ആരംഭത്തിൻ്റെയും അറബിക്കടലിലെ വടക്കൻ കർണാടക ഗോവ തീരത്തിൻ്റെ ഭാഗമായി അടുത്തായി രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 27ഓടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ, IMD മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ 24-ാം തീയതിയോട് ചേർന്ന് ആരംഭിച്ച മഴ ഏതാണ്ട് ജൂൺ 1 വരെ ഏറിയും കുറഞ്ഞും പ്രദേശങ്ങളായി കടന്നു പോകും എന്നാണ് നമ്മൾ കാണുന്നത്. അടുത്ത 10 ദിവസം എന്ത് സാഹചര്യത്തിലും ഏതു തരത്തിലും മഴ പ്രതീക്ഷിക്കുക തന്നെ വേണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യം വെച്ചുകൊണ്ടാണ് ഇന്ന് കളക്ടർമാരുടെ യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും എല്ലാ ജില്ലകളിലും നല്ല തോതിലുള്ള മഴ ലഭിച്ചിട്ടുണ്ട്. കണക്കുകൾ നോക്കിയാൽ ഇന്നലെ എറണാകുളം, കോട്ടയം ജില്ലകളിൽ 100 മില്ലിമീറ്റർ വീതം മഴ ലഭിക്കുകയുണ്ടായി. പക്ഷേ ഒരാഴ്ചക്കാലം മുമ്പ് പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് പിണറായിയിലാണ്. അത് 232 വരെ ഉയർന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇന്ന് രാവിലെ 10 മണിക്കുള്ള പ്രവചന പ്രകാരം തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളേക്ക് നിങ്ങൾക്ക് നേരത്തെ വിവരം ലഭിച്ചതുപോലെ 5 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആണ് ഇപ്പോൾ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. പക്ഷേ യോഗത്തിൽ പങ്കെടുത്ത IMDയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അലർട്ട് മാത്രമായി കരുതാതെ പൊതുവായി ജാഗ്രത ഉണ്ടാകേണ്ട സ്ഥിതിവിശേഷം എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം എത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റാണ് ഇന്നലെ മുതൽ വലിയ നാശം വിതച്ചിട്ടുള്ളത്.